ഹായ് ഓൾ, ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 2024 നമ്മുടെ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മുടെ അറ്റാക്കേഴ്സ് എത്രത്തോളം വളർന്നിരിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ പല തരത്തിലുള്ള അറ്റാക്സും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഡേറ്റയും കാര്യങ്ങളുമൊക്കെ സുരക്ഷിതമായി വെക്കാം, എങ്ങനെയുള്ള അതായത് 2024 സൈബർ സെക്യൂരിറ്റി ട്രെൻഡ് എന്ന് തന്നെ പറയാം, എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ അറിയാം, എങ്ങനെയൊക്കെയാണ് ഒരു ഹാക്കർ ഒരു ബേസിക് രീതി അവർ അറ്റാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഹാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ ഹാക്ക് ചെയ്യാൻ അവരിത് ഉപയോഗിച്ച് വന്ന ഒരു ബേസിക് രീതി നമുക്ക് ഈ ഒരു വർഷം വരെ അറിയാം. എന്തൊക്കെയായിരിക്കും? ഫിഷിംഗ് ആയിരിക്കും അവർ ഒന്നാമത്തെ മെത്തേഡ്. അങ്ങനെ അല്ലാതെ ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് അവരെ ഹാക്ക് ചെയ്യുക, അങ്ങനെയുള്ള പല ടെക്നിക്സ് നമ്മൾ ഈ ഒരു കാലഘട്ടം വരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലത്തിൽ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്ക് തോന്നുന്നത് 2024 മുതൽ, അതായത് ഇനി ഫ്യൂച്ചറിലേക്ക് വളരെ നല്ല രീതിയിൽ AI ഒരു ഹെൽപ്പ് ഇവർ നല്ല രീതിയിൽ, ഈ അറ്റാക്കേഴ്സ് അല്ലെങ്കിൽ ഹാക്കേഴ്സ് AI ഹെൽപ്പ് നല്ല രീതിയിൽ എടുത്തിട്ട് ആ ഒരു വഴി ധാരാളം അറ്റാക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു അറ്റാക്കറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവർ ഉപയോഗിക്കാൻ വരുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡേറ്റയും കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ സുരക്ഷിതമാക്കി വെക്കാൻ കുറച്ച് പോസിറ്റീവ് സൈഡ് ഓൾസോ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, പാസ്വേഡ് അധികാലം ഇനി ഉണ്ടാവില്ല. അതായത് പാസ്വേഡ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുമല്ലോ, ആ പാസ്വേഡ് മാറി പാസ് കീസിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കാരണം പാസ്വേഡൊക്കെ ഇപ്പോൾ ഒരു അറ്റാക്കറിന് നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്യാനുള്ള ധാരാളം ടെക്നിക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി വരുന്ന കാലങ്ങളിൽ പാസ്വേഡിൻ്റെ ആയുസ് അധികകാലം ഉണ്ടാവും തോന്നില്ല, അത് പാസ് കീസിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. പാസ് കീസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വൺ ടൈം ഒതൻറ്റിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒതൻറ്റിക്കേറ്റർ ആപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം മാത്രം വാലിഡ് ആയിരിക്കുന്ന ഒരു ID കിട്ടും. ആ ID എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അടുത്ത തവണ നമ്മൾ വീണ്ടും ആ ആപ്ലിക്കേഷൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ പഴയ ID അല്ല കിട്ടുന്നത്, പുതിയൊരു ID ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ മാറുന്ന ഒരു എക്സ്പയർ ആവുന്ന പാസ്വേഡ് കാര്യങ്ങളൊക്കെയാണ് പാസ് കീസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ബേസിക് ID ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതോടുകൂടെ തന്നെ നമുക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈബർ അറ്റാക്കും ത്രെട്ടുകളും ഒക്കെ ഒരു പരിധി വരെ മിറ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു അറ്റാക്കറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ മറ്റൊരു പ്രധാന ത്രെട്ട് എന്ന് പറയുന്നത് AI ഫിഷിംഗ് ആണ്. അതായത് നമുക്കിപ്പോൾ അറിയാം, അറ്റാക്ക് നടത്തുന്ന ഫിഷിംഗ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഒരു നിങ്ങളിതുപോലെ ഗിഫ്റ്റ് വിൻ ചെയ്തിട്ടുണ്ട്, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം, അങ്ങനെയുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സൊക്കെയാണ്. ഇപ്പോൾ പലരും അങ്ങനെയുള്ള മെസ്സേജസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ തന്നെ ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്യും ഇത് സ്പാം മെയിലാണ്, മെസ്സേജ് കണ്ടൻറ്റ് അനുസരിച്ച് തന്നെ അത് ഡിറ്റക്ട് ചെയ്യും. അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവാൻ സാധിക്കും ഇത് ജെനുവിൻ ആണോ അല്ലെങ്കിൽ ഇത് ഫിഷിംഗ് അറ്റംപ്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെയാണ് AI ഫിഷിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അറ്റാക്കേഴ്സിന് വരുന്നത്. അതായത് ഇവർ AI യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഫിഷിംഗ് മെയിലും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾക്ക് പഴയ പോലെ തന്നെ ഒരടിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത്. കാരണം നമുക്കറിയാം ChatGPTയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ChatGPTയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യാറില്ല. എന്നാലും തന്നെ നമുക്ക് പല രീതിയിൽ ബൈപ്പാസ് ചെയ്യാനുള്ള ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് അറ്റാക്കേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫിഷിംഗ് മെയിൽ ക്രിയേറ്റ് ചെയ്യാൻ AI ഹെൽപ്പ് വളരെ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ AI ഫിഷിംഗ് ഒരു വലിയൊരു ത്രെട്ട് തന്നെയാവും ഫ്യൂച്ചറിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ AI ഫിഷിംഗ് വരുമ്പോഴുള്ള അഡ്വാൻറ്റേജാണ് ഞാൻ മുമ്പ് പറഞ്ഞ പാസ് കീസ് കളിക്കുന്നത്. അപ്പോൾ പാസ്വേഡ് ആണെങ്കിൽ ആ ഫിഷിംഗ് അറ്റാക്ക് വഴി അവർക്ക് ക്രെഡൻഷ്യൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ പാസ് കീസ് ആണെങ്കിൽ അതവിടെ എക്സ്പയർ ആവുമല്ലോ. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു ഫിഷിംഗ് മെത്തേഡ് വഴി മാത്രം നമ്മളെ ഫുള്ളായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞ പാസ് കീസിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അറ്റാക്സും കാര്യങ്ങളൊക്കെ വളരെ മോഡേണൈസ് ആയി പെടുമ്പോൾ നമ്മളും നമ്മുടെ ഡേറ്റയും കാര്യങ്ങളൊക്കെ സുരക്ഷിതമാക്കാൻ മോഡേൺ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ അറ്റാക്സും ത്രെഡ്സും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തെന്ന് പറയുന്നത് അറ്റാക്കേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഡീപ്പ് ഫേക്സ് ആണ്. ഡീപ്പ് ഫേക്സ് എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് നിങ്ങളിപ്പോൾ തന്നെ പല ന്യൂസും കാര്യങ്ങളും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ റീസെൻ്റ്ലി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, വീഡിയോ കോൾ ചെയ്തിട്ട്
ഫേസ് ഡീഫേക്ക് ചെയ്തിട്ട് ഇതുപോലെ കാശ് ചോദിച്ചു. അപ്പോൾ എതിരെയുള്ള അപ്പുറത്തേക്കുന്ന ആൾക്ക് അത് ഫേക്ക് ആണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അത്ര രീതിയിൽ ഒറിജിനലായിരുന്നു. അതായത് ആദ്യം മെസ്സേജ് അയച്ചു, ഇതുപോലെ എനിക്ക് പൈസ വേണം, ഇങ്ങനെ വീഡിയോ കോൾ വരികയാണെങ്കിൽ കാണിച്ചതെന്ന് പറഞ്ഞ് വീഡിയോ കോൾ വന്നിട്ട് അതേപോലെ തന്നെ അയാളുടെ ഫേസ് ഫേക്ക് ചെയ്ത് പക്ക അതേപോലെ തന്നെ ആണെന്ന് അയാൾക്ക് മറ്റേ ആളെ ധരിപ്പിച്ചിട്ട് കാശ് വാങ്ങിയ ഒരു സംഭവം ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ന്യൂസിലൊക്കെ വളരെ ട്രെൻഡായിരുന്നു. അപ്പോൾ ഈ ഡീപ് ഫേക്ക് എന്ന് പറയുന്നത് വളരെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഡീപ് ഫേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ മാത്രമല്ല, ഇപ്പോൾ വോയിസ് ഓൾസോ ഫേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ധാരാളം വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഇപ്പോൾ വേറൊരു പാട്ടിൻ്റെ വോക്കൽസ് വേറെ ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ ഏതെങ്കിലും നടന്മാരുടെ വോയിസ് വെച്ചിട്ട് ആ പാട്ട് പാടുന്ന രീതിയിലൊക്കെ ഇപ്പോൾ നിങ്ങൾ ധാരാളം റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതും ഈ AI ടെക്നോളജിയുടെ ഒരു ഹെൽപ്പോടെ നടക്കുന്നതാണ്. അപ്പോൾ ഇതിന് പോസിറ്റീവ് സൈഡ് ഓൾസോ ഉണ്ട്. പക്ഷേ ധാരാളം ആളുകൾ, അറ്റാക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതൊരു നെഗറ്റീവ് സൈഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ആളെ കബളിപ്പിക്കാൻ, അതായത് ഈ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പറ്റി അത്രയും അറിവില്ലാത്ത ഒരാളെ കബളിപ്പിക്കാൻ അത്രയും പാടില്ലായിരിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ ഒരാൾക്ക് തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്നതായിരിക്കും ഈ ഡീപ് ഫേക്സ് എന്ന് പറയുന്നത്. അടുത്ത ത്രെട്ടെന്ന് പറയുന്നത്, ഇത് ബേസിക്കലി ഒരു ത്രെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, പക്ഷേ ഹ്യൂമൻസ് കൂടുതലായിട്ടും AI അല്ലെങ്കിൽ ChatGPT അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയി തുടങ്ങി. അതായത് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എല്ലാവരും ChatGPTയിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ ChatGPT നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് അടി കൊടുത്തിട്ടുണ്ടാവും ഓൾ ഇൻഫർമേഷൻ ഗിവൻ ആർ നോട്ട് ട്രൂ, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ന് വരുന്ന എല്ലാ ഡേറ്റയും കറക്റ്റ് ആവണമെന്നില്ല, നിങ്ങൾക്ക് ബാക്കി റിസോഴ്സോട്ട് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. പക്ഷേ ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല, നേരെ ChatGPT പോയി കൊടുക്കുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ത്രെട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും തന്നെ ആളുകൾ മാനുവലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ മടിക്കുന്ന ഒരു സമയമാണ്. ChatGPT വളരെ നല്ലതാണ്, അത് അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കുക. ഓൾസോ തന്നെ നമ്മൾ മാനുവലായി ചിന്തിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓൾസോ കംപ്ലീറ്റ്ലി ഇങ്ങനെയുള്ള AI ബേസ്ഡ് ചാറ്റ് ബോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും അതും ഒരു നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ആവും. അടുത്തൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ AI ഉണ്ടല്ലോ, ഇപ്പോൾ വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമുക്ക് ഈ സൈബർ സെക്യൂരിറ്റിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഡേറ്റയും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് AI ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ AI ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് സൈബർ സെക്യൂരിറ്റി AIയിലേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് AI പല ടെക്നോളജീസ് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ സെക്യൂരിറ്റി ഓൾസോ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ഇൻ്റഗ്രേഷൻ തന്നെ വരികയാണെങ്കിൽ തന്നെ നല്ലൊരു സെക്യൂർ ഫ്യൂച്ചർ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് AIയുടെ അല്ലെങ്കിൽ 2024 അല്ലെങ്കിൽ ശേഷം വരാൻ പോകുന്ന ഒരു സൈബർ സെക്യൂരിറ്റി ത്രെഡ്സും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡേറ്റയും കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വീഡിയോ ആണ്. എല്ലാവർക്കും ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ടെക്നോളജികളും കാര്യങ്ങളെ പറ്റി കൂടുതൽ അവെയർ ആയിരിക്കണം. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ തന്നെ നല്ല രീതിയിൽ റെവല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ് AI എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന രീതിയിലാണ് വീഡിയോ മെയിനായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ.